ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിൽ തന്നെയുള്ള അടിപൊളി കിട്ടിലെന്നൊരു ട്രെക്കിംഗ് സ്പോട്ടിലേക്കാണ്. കുരിശുമല. ബാണാസുര മലയുടെ വടക്കേ അറ്റത്തായിട്ടുള്ള മക്യാടാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത്. വെള്ളമുണ്ടയിൽ നിന്നും മക്യാടേക്ക് പോകുന്ന വഴിക്ക് കാഞ്ഞിരങ്ങാട് എന്ന് പറഞ്ഞ ചെറിയൊരു കവല വരുന്നുണ്ട്. അവിടെ നിന്നും ലെഫ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് ഈ കുരിശുമലയ്ക്ക് പോകേണ്ടത്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുള്ളത്, ഈ മലയിലേക്ക് ഇപ്പോൾ ട്രക്കിങ് അനുവദിക്കുന്നതല്ല എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് അറിയാൻ കഴിഞ്ഞത്. ദുഃഖവെള്ളിയാഴ്ച കുരിശുമല കയറ്റുന്ന ഒരു റിച്വൽ ഉണ്ടല്ലോ, ആ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമേ പബ്ലിക്കിനെ ഇപ്പം മുകളിലേക്ക് കയറ്റാറുള്ളൂ. ഞങ്ങളിത് കുറച്ച് മുന്നേ പോയൊരു വീഡിയോ ആയതുകൊണ്ട് ആ സമയത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ ആ കാണുന്ന മലയില്ലേ, അതാണ് കുരിശുമല. അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് നടന്ന് കയറേണ്ടത്. ബൈക്കാണെങ്കിലും ജീപ്പാണെങ്കിലും കുറച്ച് ദൂരം ഓഫ് റോഡ് പോകാനുണ്ട്. ആ ഓഫ് റോഡ് പോയി നമുക്ക് ഈ മലയുടെ താഴ്വാരത്ത് മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. അവിടെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുത്തിപ്പിടിച്ച് നടക്കുക തന്നെ ചെയ്യണം. നമ്മൾ താഴെയുള്ള പള്ളിയുടെ അടുത്ത് മുതൽ ഇതുപോലെ ഓരോ കുരിശ് നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ആ ഓരോ കുരിശിലും ഓരോ നമ്പർ ഉണ്ട്. ലാസ്റ്റത്തെ കുരിശിരിക്കുന്നത് ആ കാണുന്ന കുരിശുമലയുടെ മണ്ടയ്ക്കാണ്. അങ്ങനെ കുറച്ചായിട്ട് നമ്മുടെ ഓഫ് റോഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് നല്ല ഓഫ് റോഡാകും. ഇവിടെ മുതൽ പിന്നെ ടാറിങ് ഇല്ല, സോളിങ് റോഡാണ്, അതും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് തന്നെയാണ്, എസ്റ്റേറ്റുകളാണ് ഈ കാണുന്നത് മുഴുവൻ. വളരെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. കാറിൻ്റെ ആണെങ്കിൽ അടിതട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, നമുക്ക് ഓടിച്ച് കയറ്റാം. പക്ഷെ ഇതുപോലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടിയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ. ഒരു കട്ടക്കുമണി വ്യത്യാസത്തിൽ സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അപ്പം നമ്മുടെ എഞ്ചിന് തവിട് പൊടി. ഇവിടെയാണ് ഞങ്ങളുടെ കാറ് നിർത്തിയിട്ടത്. ഇവിടുന്ന് കുറച്ചുകൂടി മുകളിലേക്ക് ഓടിച്ച് കയറ്റി നോക്കി, പക്ഷെ മുകളിലേക്ക് കുറച്ചധികം നല്ല ഓഫ് റോഡായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കാറ് ഇവിടുന്ന് കുറച്ച് മുകളിൽ കയറ്റിയിട്ട് തിരിച്ചിറക്കി ഇവിടെ തന്നെ ഇട്ടു. നമ്മൾ 7ാമത്തെ കുരിശെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ റോഡ് സൈഡോട് ചേർത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട് അവിടുന്ന് നടക്കാൻ തുടങ്ങി മുകളിലേക്ക്. ഇവിടെ മുതൽ നമ്മൾ മല കയറാൻ ആരംഭിക്കുകയാണ്. കയറുമ്പം ആദ്യത്തെ ഒരു 1.5 കിലോമീറ്ററോളം നല്ല കാട്ടിക്കൂടിയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത്. ട്രെക്കിംഗ് തുടങ്ങുമ്പം തന്നെ നല്ല കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. നമ്മൾ 9ാമത്തെ കുരിശ് കണ്ടു. കുറേ ദൂരം നമ്മൾ നടന്നു കഴിയുമ്പം ഇതേപോലുള്ള ചെരുവുകളിലെത്തും. ചെരുവിലെത്തി കഴിയുമ്പോൾ കുറേ ദൂരം നല്ല നേരെയുള്ള റോഡാണ്. ഞങ്ങളൊരു സൺസെറ്റിൻ്റെ സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കാടിൻ്റെ ഉള്ളിലുള്ളൊരു ആംബിയൻസ് പറയുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോറസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തെരുവപ്പുല്ലിൻ്റെ കാടാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് പോയ സമയത്ത് വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ആരൊക്കെയോ പോയിട്ടുള്ള ചെറിയ വഴികളിലൂടെ ഞങ്ങളും അങ്ങ് പോവുമായിരുന്നു. അതിൻ്റെ മുകളിൽ വേണം എത്താൻ. ഈ പുല്ലും കൂട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് താഴേക്കുള്ള വ്യൂ നമുക്ക് അത്യാവശ്യം വിസിബിളായി തുടങ്ങും. നമ്മളങ്ങനെ വീണ്ടും വഴിയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് ഈ പുല്ലുകൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഓരോരോ ചെറിയ പാറ കാണുമ്പോൾ ആ പാറയുടെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഇതേപോലെ താഴേക്കുള്ള വ്യൂ കാണാൻ പറ്റും. കുറച്ചു നേരം അതുപോലുള്ള പാറകളിലൊക്കെ ഇരുന്ന് വിശ്രമിച്ച് വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് വീണ്ടും ട്രെക്കിങ് തുടങ്ങാം. അങ്ങനെ 13ാമത്തെ കുരിശും കണ്ടിരിക്കുകയാണ്. എത്ര കുരിശുണ്ടെന്ന് മുകളിൽ എത്തിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതുപോലുള്ള വഴിയിലൂടെ വരുമ്പം എന്തായാലും നല്ലൊരു ട്രെക്കിംഗ് ബൂട്ടും
അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ഷർട്ടും ആണെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഈ തെരുവയുടെ പുല്ല് കൊണ്ടിട്ട് മൊത്തം മുറിയാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. വയനാടാണ് സ്ഥലം. ചെറിയൊരു കുന്ന് കയറുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റ് വീശും. ഈ വീഡിയോയുടെ ഫസ്റ്റ് ക്ലിപ്പ് തന്നെ എടുത്ത റൂട്ടാണ് ആ കാണുന്നത്. അതിലൂടെ വരുമ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. കർത്താവേ, ഇനി അവിടം വരെ കയറാനുണ്ട്. ദേ അടുത്ത കുരിശ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് നടന്നു തുടങ്ങി. പുല്ല് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദൂരത്തേക്ക്, വളരെ കുറച്ച് ദൂരത്തേക്ക് വീണ്ടും കുറച്ച് കാടാണുള്ളത്. ഇവിടെ എത്തുന്നതോടുകൂടി കാടും പുല്ലെല്ലാം കഴിഞ്ഞ് നല്ല മൈതാനം പോലെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ആ കാണുന്ന മലനിരകളാണ് ബാണാസുര മലനിരകൾ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കാണുന്നതാണ് വൈൽഡ് പ്ലാനറ്റ് റിസോർട്ട്. ബാണാസുരയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ട് വയനാട്ടിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലക്ഷറി റിസോർട്ടിലൊന്നാണ്. ഇനിതാ അത്രയും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ കുരിശുമലയുടെ മുകളിലെത്തും. ഈ ഒരു വ്യൂ പോയിന്റ് അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയനാട് ഓൾമോസ്റ്റ് എല്ലാം കാണാൻ പറ്റും. വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ഏരിയ ആണത്. ആ കുന്നിൻ്റെ മുകളിൽ കാണുന്നത് വഴിയല്ല, ഫയർ ലൈൻ ആണ്. തീ പിടിക്കാതിരിക്കാൻ വേണ്ടി ഫോറസ്റ്റുകാർ വെട്ടിയിടുന്നതാണ് ഫയർ ലൈൻസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ വരുന്നത് മഴക്കാലത്താണെങ്കിൽ ഇവിടെയൊക്കെ നല്ല കോടമഞ്ഞായിരിക്കും കേട്ടോ. നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ കോട ഇങ്ങനെ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു വേറൊരു വീഡിയോ പണ്ട് ഞാൻ ഇതേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് ജസ്റ്റ് ഒന്ന് ഒരു കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ വേറൊരു വേർഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ ആ കാണുന്ന കുടിലിൽ നിന്നും നമ്മൾ ഇത്രയും മുകളിലേക്ക് വീണ്ടും നടന്നു വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഏരിയ ആണ്. നല്ല രസമാണ് ഇതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സാറേ, ഇവിടെ എത്തുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലോ, അസാധ്യ വ്യൂ ആണ് കേട്ടോ. സൂര്യനിങ്ങനെ അസ്തമിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ മിസ്റ്റ് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്തൊരു ഫീലായിരുന്നു ഇവിടെ നിന്നപ്പോൾ. ഈ കയറ്റം മുഴുവൻ കയറി വന്നിട്ട് നമ്മുടെ ശരീരം നല്ല വേർത്ത് കുടിച്ച് ചൂടായിട്ട് നിൽക്കുമ്പോൾ ഈ തണുത്ത കാറ്റടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് അവിടം വരെ കയറിയാൽ നമ്മൾ ടോപ്പിലെത്തും. ഞങ്ങൾ അവിടുന്ന് കയറാൻ തുടങ്ങി. ഈ മല കയറാൻ വരുമ്പോഴാണോ വെള്ളം മുണ്ട കൊടുത്തിട്ട് വരുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? അവനിത് കഴിഞ്ഞിട്ടൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. എന്നാൽ പിന്നെ രണ്ടും ഒരുമിച്ച് കൈക്കോട്ട് വെച്ചിട്ടാണ് അവൻ മുണ്ട കൊടുത്തിട്ട് വന്നേക്കുന്നത്. ഇവിടെ നിന്ന് ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് കയറുന്തോറും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളപ്പൂവുണ്ടായി നിൽക്കുന്ന ചെടിയാണ് കാട്ടുപുകയില. ഇത്രയും കയറി നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ ഫൈനലി നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം കുത്തനെ നടന്ന് ആ പുല്ലിലൂടെയൊക്കെ നടന്ന് കൈയും കാലൊക്കെ മുറിച്ച് കയറി വരുന്നത് ഇതുപോലുള്ള അതിമനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടും ആ ഒരു പ്രകൃതി നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇതൊക്കെ വീട്ടിൽ കുത്തിയിരുന്നാൽ കാണാൻ പറ്റുമോ? ഈ കാണുന്നതാണ് മക്യാട് കുരിശുമലയുടെ ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഞാൻ കൂടുതൽ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടായിട്ട് എത്ര പേര് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. അതേ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇത്ര നേരം നമ്മൾ നടന്ന് കയറി വന്ന എല്ലാ ക്ഷീണവും നിമിഷ നേരം കൊണ്ട് നമ്മൾ മറന്നു പോകും. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരുന്നൊരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. നിർത്താതെയുള്ള ഒരു കാറ്റാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. ഈ കാറ്റ് നിൽക്കുന്നേ ഇല്ല, നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. എന്തൊരു രസമുള്ളൊരു വ്യൂ ആണല്ലേ. താഴെ അടിവാരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുരിശ് കാണാൻ പറ്റും, ദൂരെ മലയുടെ മുകളിലായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞാനും അവിടുന്ന് താഴേക്ക് ഇറങ്ങി. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പം നമ്മളെ സേഫ്റ്റി ശരിക്കും നോക്കണം. ഇവിടുന്നൊക്കെ താഴേക്ക് ഇറങ്ങുമ്പം കുറച്ച് ഡേഞ്ചറാണ്. ഈ ചെരുവിലൂടെ വേണം ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാൻ. ലെഫ്റ്റിലേക്ക് നമ്മൾ മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ താഴെ മക്കയാടെന്ന് പെറുക്കി എടുക്കേണ്ടി വരും. നോക്കിയേ, ഇവിടെ പ്ലാസ്റ്റിക് കിടക്കുന്നു. ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക് ഇടുന്നവന്മാരെയൊക്കെ മടൽ വെട്ടി അടിക്കണമല്ലേ. നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ ഈ കാണുന്ന പുല്ലിൽ ചവിട്ടി തെന്നിപ്പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതൊരു ഒന്നൊന്നര സ്പോട്ടാണ് കേട്ടോ. ഇവിടുന്ന് കാല് താഴേക്ക് ഇട്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഇവിടെ 2 പീസായിട്ടാണ് ഈ മുകളിലെ പാറ ഇരിക്കുന്നത്. അതിൽ ഒരു പീസിലാണ് നമ്മുടെ കുരിശിരിക്കുന്നത്, ഇടത്തെ പീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഞാൻ മറ്റേ സൈഡിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ കുരിശിൻ്റെ തൊട്ടടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാണ് നമ്മൾ കാണാൻ വന്ന കുരിശുമലയിലെ കുരിശ്. സൺസെറ്റിൻ്റെ സമയമായിരുന്നത് കൊണ്ട് പുറകിൽ ആ സൂര്യനെ കാണാൻ അസാധ്യ ഭംഗിയായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളെ തന്നെ മറന്നു നിൽക്കുന്ന ഒരു അടിപൊളി സമയമായിരുന്നത്. എത്ര വിശ്വാസമില്ലാത്തവനാണെങ്കിൽ പോലും ഈ ഒരു ഫീൽഡിൽ കുരിശൊക്കെ കാണുമ്പോൾ ഒന്ന് കുരിശ് വരച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുടിയൻ അഴിച്ചിട്ടപ്പോഴത്തേക്ക് അവനെ കാണാനൊരു യേശുക്രിസ്തു ലുക്കും എല്ലാം കൊണ്ടും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ഈ കുരിശിലൊക്കെ ഇങ്ങനെ എഴുതി വൃത്തികേടാക്കി വെച്ച എല്ലാവരുടെയും പിതാക്കളെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. അധികം വൈകാൻ വേണ്ടി പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഫോറസ്റ്റ് കൂടിയല്ലേ പോകേണ്ടത്. നല്ല ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെളിച്ചം ഉള്ളപ്പോൾ തന്നെ തിരിച്ചിറങ്ങേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. കയറി വരുന്നതിനെക്കാട്ടും കുറച്ച് ടാസ്ക് ആയിരിക്കും തിരിച്ചിറങ്ങിപ്പോക്ക് കേട്ടോ. അങ്ങനെ പതുക്കെ ഉരുണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്.
സൂര്യൻ ഏതാണ്ട് അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ സമാധാനത്തോടു കൂടിയിട്ട് തിരിച്ചിറങ്ങി. അങ്ങനെ ഈ ട്രെക്കിങ്ങിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ബെൽ ബട്ടണും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.